നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കുഞ്ഞ് അർഷദിന്റെ ശരീരമാസകലം 91 മുറിവുകളുണ്ടെന്നാണ് കണ്ടെത്തൽ. പോലീസ് ഇൻക്വസ്റ്റിൽ 51 മുറിപ്പാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. 40 ഇടങ്ങളിൽ ആന്തരിക മുറിവുകളും ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. ആന്റിമോർട്ടം റിപ്പോർട്ടിൽ ആകെ 91 മുറിവുകളാണുള്ളത്. ഒരു മാസത്തിനിടെയാണ് ഈ മുറിവുകളെല്ലാം ഉണ്ടായത്. തലക്കേറ്റ മർദ്ദനം ആന്തരിക രക്തസമ്മർദ്ദത്തിന് ഇടയാക്കിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അമ്മ അഖിലയും കുഞ്ഞിനെ ഉപദ്രവിച്ചതായാണ് പോലീസിന്റെ സംശയം. കൊലപാതകത്തിൽ അഷ്കർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. സംഭവ ദിവസം ചോറ് നൽകുന്നതിനിടെ കുഞ്ഞ് കരഞ്ഞെന്നും കരച്ചിൽ നിർത്താത്തതിനാൽ തലയിൽ ശക്തമായി അടിച്ചെന്നും അടിയേറ്റ കുഞ്ഞിന്റെ ബോധം നഷ്ടമായെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു. ഹോർമൂസ് പ്രതിസന്ധിക്കിടെ രാജ്യത്തെ LPG ഉപഭോഗം കുറയ്ക്കാൻ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. പൈപ്പിലൂടെ ലഭിക്കുന്ന പാചകവാതക കണക്ഷൻ ഉള്ളവർ LPG സിലിണ്ടർ തിരികെ നൽകേണ്ടി വരും. ഇരട്ട കണക്ഷൻ ഉള്ളവരെ കണ്ടെത്താൻ എണ്ണ കമ്പനികൾ നടപടി തുടങ്ങി. ഗാർഹിക LPG കണക്ഷൻ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കൂടിയാണ് നീക്കം. പുതിയ LPG ചട്ടങ്ങൾ പ്രകാരം ഒരേ വിലാസത്തിൽ LPG PNG കണക്ഷനുകൾ സ്വന്തമാക്കുന്നത് നിയമവിരുദ്ധമാകും. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയുടെ വർധനയാണ് ഉണ്ടാവുക. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയുടെ വർധനമാണ് ഉള്ളത്. ഐസ്ക്രീം, നെയ്യ് ഉൾപ്പെടെ മിൽമയുടെ മറ്റ് ഉൽപ്പന്നങ്ങൾക്ക് തൽക്കാലം വിലയ്ക്ക് മാറ്റമുണ്ടാകില്ല എന്നും വിവരമുണ്ട്. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് ചികിത്സയിലിരുന്ന 2 കുട്ടികൾ മരിച്ചു. പാലക്കാട് നെന്മാറയിൽ 13കാരി രാജേശ്വരിയും ആലപ്പുഴ ആരൂർ സ്വദേശിയായ നിയ ലെനിനുമാണ് മരണത്തിന് കീഴടങ്ങിയത്. നെന്മാറ ചക്കത്തറ സ്വദേശിനിയായ രാജേശ്വരിക്ക് മെയ് 14-നാണ് വീടിനുള്ളിൽ കുളിച്ചുകൊണ്ടിരിക്കെ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. നിയ ലെനിന് മെയ് 6-നാണ് പാമ്പ് കടിയേറ്റത്. ഡാൻസ് പരിശീലനത്തിനിടെയായിരുന്നു സംഭവം. പാമ്പ് കടിച്ചതാണെന്ന് തിരിച്ചറിയാതെ ഉറുമ്പ് കടിച്ചതാണെന്നാണ് കുട്ടി ആദ്യം വീട്ടുകാരോട് പറഞ്ഞത്. എന്നാൽ ഏകദേശം 1 മണിക്കൂറിന് ശേഷം കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. കുട്ടനാട് MLA രജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ MLA G സുധാകരൻ. ഒരു MLAക്ക് മുകളിൽ വേറൊരു MLA അധികാരം സ്ഥാപിക്കുന്നുവെന്ന് G സുധാകരൻ പറഞ്ഞു. രജി ചെറിയാൻ തന്നെ അറിയിക്കാതെ തൊട്ടപ്പള്ളി സ്പിൻവേയും പൊഴിയും സന്ദർശിച്ചതിനെ തുടർന്നാണ് സുധാകരന്റെ വിമർശനം. രജി ചെറിയാന് സമ്പത്തിന്റെ അഹങ്കാരമാണ്. നിയമസഭ പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി നൽകിയാൽ രജി ചെറിയാൻ ശിക്ഷിക്കപ്പെടുമെന്നും സുധാകരൻ പറഞ്ഞു. ഈ വർഷം ആദ്യമായി തേങ്ങ വില കിലോയ്ക്ക് 38 മുതൽ 40 രൂപയായി കുറഞ്ഞു. തമിഴ്നാട്ടിൽ ഉൽപാദനം കൂടിയതും കേരളത്തിലേക്കുള്ള വരവ് വർദ്ധിച്ചതുമാണ് പ്രധാന കാരണം. കേരളത്തിൽ ഉൽപാദനം കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ കിലോയ്ക്ക് 64 രൂപ വരെ എത്തിയ തേങ്ങാ വില ജനുവരിയിൽ 60 മുതൽ 58 രൂപയിലേക്ക് താഴ്ന്നു. മഴ കനക്കുമ്പോൾ തേങ്ങ ഇടാനും പൊളിക്കാനും മറ്റ് പ്രതിസന്ധി ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ വൻതോതിലുള്ള വിലക്കയറ്റത്തിന് സാധ്യതയില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു. അതേസമയം വിലയിടിവ് കർഷകർക്ക് ദുരിതമാകും. ഡൽഹിയിലെ സാങ്കേത് മെട്രോ സ്റ്റേഷന് സമീപം 4 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6ആയി. 10-ലേറെ പേർക്ക് പരിക്കേറ്റു. തെക്കൻ ഡൽഹിയിലെ സൈദുല്ല ജാബിൽ ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടമുണ്ടായത്. കെട്ടിടം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പരിക്കേറ്റവരെയും മൃതദേഹങ്ങളും പുറത്തെത്തിച്ചത്. ജമ്മു കശ്മീരിലെ ബാരാമുള്ളയിൽ നിയന്ത്രണ രേഖ മറികടന്ന് പാകിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിച്ച 3 പേർ പിടിയിൽ. ബാരാമുള്ള ജില്ലയിൽ ഉറി സെക്ടറിൽ നിന്നാണ് രഹസ്യ വിവരത്തെ തുടർന്ന് കരസേനയും ജമ്മു കശ്മീർ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത തെരച്ചിലിൽ ഇവർ പിടിയിലായത്. പിടിയിലായവരിൽ ഒരാൾ സസ്പെൻഷനിലായ ടെറിട്ടോറിയൽ ആർമി ഉദ്യോഗസ്ഥനാണെന്ന് സൈന്യം അറിയിച്ചു. ഇവർ സോപ്പൂർ സബ് ഡിസ്ട്രിക്ട് സ്വദേശികളാണെന്നും കൃത്യമായ രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയതെന്നും സൈന്യം വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ ഡാമിലെ അധിക ജലം വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി TVK. കമ്പം MLA TVKയുടെ ജഗന്നാഥ് മിശ്രയാണ് ഈ ആവശ്യം ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത്. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഇടുക്കിയിലേക്ക് ഒഴുകുന്ന വെള്ളം തമിഴ്നാടിന് നൽകണമെന്നാണ് ആവശ്യം. നിലവിൽ മുല്ലപ്പെരിയാറിലെ അധിക ജലം ഇടുക്കി ഡാമിലെത്തി അവിടെ നിന്ന് അറബിക്കടലിൽ പതിക്കുകയാണെന്നാണ് കമ്പം MLA ചൂണ്ടിക്കാട്ടുന്നത്. മുല്ലപ്പെരിയാറിന്റെ നിലവിലെ സംരക്ഷണ ശേഷി വർദ്ധിപ്പിക്കേണ്ടതില്ലെന്നും ജഗന്നാഥ് മിശ്ര വ്യക്തമാക്കി.
ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ PSG-യുടെ വിജയാഘോഷത്തിനെത്തിയ ആരാധകരും പോലീസും ഏറ്റുമുട്ടിയതോടെ ഫ്രാൻസിൽ യുദ്ധക്കളം. സംഘർഷത്തിന് 219 പേർക്ക് പരിക്കേറ്റെന്നും ഇതിൽ 8 പേരുടെ നില ഗുരുതരമാണെന്നും ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ലോറൻ ന്യൂനെസ് പറഞ്ഞു. കലാപം നേരിടാൻ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെയാണ് തെരുവുകളിൽ വിന്യസിപ്പിച്ചിട്ടുള്ളത്. കലാപത്തെ തുടർന്ന് പാരീസിൽ ബസ്, ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. സംഭവത്തിൽ 780 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും 450-ലേറെ പേർ കസ്റ്റഡിയിലുണ്ടെന്നും ന്യൂനെസ് കൂട്ടിച്ചേർത്തു. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.